ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് എന്റെ വീട്ടിൽ ഒത്തുകൂടിയ ഒരു ദിവസത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ കണ്ടു നോക്കൂ. ഞങ്ങള് വീട്ടിലേക്ക് പോകുന്നത് മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ്. ഇവിടെ എത്തിയതിന് ശേഷം ഒരുപാട് സമയം സംസാരിച്ചുകൊണ്ടൊക്കെ അങ്ങനെ ഇരുന്നു. അതിനുശേഷമാണ് എല്ലാവരും കൂടി ഇങ്ങനെ തീരുമാനിക്കുന്നത് നമുക്ക് മുളച്ചിക്കൻ ഉണ്ടാക്കിയാലോ എന്നൊക്കെ പറയുന്നത്. പിന്നെ എന്ന് പറയുന്നത് അതിനുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. പിന്നെ ഒരു ഭാഗത്ത് ചിക്കന്, ഒരു ഭാഗത്ത് മുള വെട്ടല്, തീ കത്തിക്കാനുള്ള വിറകുകൾ കൂട്ടല്, അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ ജോലികളായിരുന്നു. ഇത് കൂടുതലും എൻജോയ് ചെയ്ത് കണ്ട് ചെയ്യൽ ആരാന്നറിയോ? കൂട്ടത്തിലുള്ള കുട്ടികളാണ് അങ്ങനെ ചെയ്യാറുള്ളത്. ഓർക്ക് അത് എടുക്കാനും പിടിക്കാനൊക്കെ നല്ല ഇഷ്ടാവും. ഇത് ലാസ്റ്റ് ഫൈനൽ ലുക്ക് എന്താണ്, ആയിക്കൂടി ഇങ്ങനെ നമ്മൾ പുറത്ത് ഫുഡ് ഉണ്ടാക്കാന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ എന്ന് പറഞ്ഞ പോലെ അത്ഭുതമുള്ള കാര്യമാണ്. കാരണം നമ്മളിപ്പോ എല്ലാവരുടെ വീട്ടിലും ഗ്യാസും കാര്യങ്ങളും ആണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്ത് ഇങ്ങനെ കൂട്ടുക, കത്തിക്കുക, ഇതൊക്കെ എന്താണ് ഏതാണ് എന്ന് അറിയാത്ത ഒരു കുട്ടികളാണല്ലോ ഇന്നത്തെ ജനറേഷനിലൊക്കെ ഉള്ളത്. പിന്നെ കുട്ടികൾ തന്നെ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നും വല്ലാണ്ട് വരൂല. കുട്ടികൾ തന്നെ വിറകെടുക്കാനുള്ള ഇൻട്രസ്റ്റും കാര്യങ്ങളും ഒക്കെയാണ്. ഞാൻ പറഞ്ഞല്ലോ, നല്ല തണുത്തൊരു സമയത്ത് ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് തീ കത്തിച്ചിട്ട് വേണം അതിൽ ഡാൻസ് കളിക്കാന്ന് കരുതിയിട്ട് നിൽക്കുന്ന ഒരു ടീമും ഉണ്ടായിരുന്നു. അങ്ങനെ തീയൊക്കെ കത്തിക്കലും കാര്യങ്ങളൊക്കെ തുടങ്ങി. ഒരു ഭാഗത്ത് ഞാൻ പറഞ്ഞല്ലോ ഓരോരുത്തർ ഓരോരോ ഡ്യൂട്ടിയാണ് ഏറ്റെടുത്തിട്ടുള്ളത് എന്ന്. അപ്പൊ പിന്നെ ഒരു ഭാഗത്ത് ഇങ്ങനെ ചിക്കന് മുളമ്മൽ ഇങ്ങനെ കുത്തി വെക്കുന്നുണ്ട്. ബക്കറ്റൊക്കെ ഇങ്ങനെ എന്താ ഒരു ബക്കറ്റൊക്കെ ഉണ്ട്, അതൊക്കെ കവുത്തി വെച്ചതിന് ശേഷമാണ് പിന്നെ തീയൊക്കെ ഇടലിട്ടോ. അപ്പൊ അതിന് ചകിരിയും കാര്യങ്ങളൊക്കെ കൂട്ടി തീയൊക്കെ കത്തിച്ചൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്ക് ഞാൻ പറഞ്ഞ പോലെ എല്ലാരും ചെറിയവരെന്നോ വലിയവരെന്നോ അങ്ങനെയൊന്നും ഉണ്ടാവൂല. എല്ലാരും കൂടി ഇരുന്നിട്ട് ഡാൻസും പാട്ടും കാര്യങ്ങളൊക്കെയാണ്. മ്യൂസിക് സൗണ്ട് ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നിട്ട് അതിൽ പാട്ടും കാര്യങ്ങളൊക്കെ കിട്ടി ഡാൻസ് കളിക്കുക, അങ്ങനത്തെ ഒക്കെ ഓരോ പരിപാടിയിലാണ് ഉണ്ടാവുക. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു മുളച്ചിക്കൻ ഉണ്ടാക്കാന്ന് പറഞ്ഞാലും നമ്മളും നല്ല രീതിക്ക് തന്നെ അത് ആസ്വദിക്കലുണ്ട്. കുട്ടികളും തന്നെ അങ്ങനെ തന്നെയാണ്. ഇത് എന്തപ്പോ സംഭവിക്കാനുള്ളത്, ഇനി എന്താണ് ഇതിലൊക്കെ ഉണ്ടാവുക, അങ്ങനെയൊക്കെ ഒരു നോക്കി കാണാനുള്ള ഒരു ഇതാണ് കേട്ടോ കുട്ടികൾക്ക്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ തീ കത്തിക്കലും കനലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. ഇതാണ് ഫൈനൽ ലുക്ക്. ഇങ്ങനെയാവും അത് വെന്തു എന്ന് അറിയുന്ന ഒരു സമയത്ത് നല്ല രീതിക്ക് തന്നെ കത്തിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പാട്ടും ഡാൻസും ഒക്കെ ഞാൻ വല്ലാണ്ടൊന്നും കാണിച്ചില്ല, കുറച്ചൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു കേട്ടോ അന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവരും നല്ല രീതിക്ക് തന്നെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോൾ രാത്രി 12 മണി 1 മണിയൊക്കെ ആയിട്ടുണ്ടാവും. പക്ഷെ അത്ര സമയം ആയതൊന്നും നമുക്ക് ഓർമ്മ പോലും ഉണ്ടാവില്ല. കാരണം നമ്മൾ അങ്ങനെ എൻജോയ് ചെയ്ത് കാരണം നമുക്ക് ഇത്ര സമയം ആയതൊന്നും ഓർമ്മ തന്നെ ഉണ്ടാവില്ല കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കിടന്നൊക്കെ ഉറങ്ങലൊക്കെ കണക്കന്നെയാവും. 2 മണി 3 മണി 4 മണിയൊക്കെ ആയിട്ടാവും കിടന്നത്. പിന്നെ പിറ്റേ ദിവസം രാവിലെ എണീറ്റ പാട് പിന്നെ പിറ്റേ ദിവസം എല്ലാവരും അവിടെ ഉണ്ടല്ലോ. പിന്നെ ചോറും കാര്യങ്ങളൊക്കെ പിറ്റേ ദിവസം ഉണ്ടാക്കണ തിരക്കിലാണ് കേട്ടോ. താത്തമാര് ഓലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ആ പിറ്റേ ദിവസം ഉണ്ടാക്കുന്നത് എനിക്ക് ഫ്രൈഡ് റൈസും അതേപോലെ തന്നെ ചിക്കൻ കടായിയോ അങ്ങനെ ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതങ്ങനെ ഒരു ഭാഗത്ത് തകൃതമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഒരു ഭാഗത്ത് ഞങ്ങൾക്ക് അപ്പൊ എന്താ പണിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് എല്ലാവർക്കും പറയുന്നുണ്ട് ഇന്ന് ഞമ്മക്ക് എവിടേക്കേലും പോയാലോ, പാർക്കൊക്കെ പോയി കളിക്കല്ലേ, അങ്ങനത്തെ ഒക്കെ ഒരു വർത്താനത്തിലായിരുന്നു ഞങ്ങളൊക്കെ. ബാക്കിയുള്ള ആളുകൾ അവിടെ ഞങ്ങള് അങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുകയാണെങ്കിലും സമയമാകുമ്പോ ആ ഉള്ളിക്ക് വല്ലതും എത്തണമെങ്കിലും ഫുഡ് ഉണ്ടാക്കും വേണം, അത് കഴിക്കൊക്കെ വേണമല്ലോ അല്ലെ. അങ്ങനെയുള്ള പരിപാടിയിലുമാണ് കുറച്ച് ആളുകള്. അങ്ങനെ പിന്നെ ഏതായാലും ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം എന്താണ് ഞങ്ങൾ കുറച്ച് സമയമൊക്കെ ഒന്ന് റെസ്റ്റ് എടുത്തൊരു വൈകുന്നേര സമയമൊക്കെ ആയപ്പോ ഞങ്ങൾ എന്ത് വിചാരിച്ചു, ഏതായാലും കുട്ടികളെ ഇങ്ങനെ കൂടുമ്പോഴല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചുകാണ്ട് കുട്ടികളെ ഞങ്ങൾ എല്ലാവരും കൂടിക്കാണ്ട് എന്ത് ചെയ്തു, പാർക്കിൽ പോയിട്ട് ഇനി ഓൽക്ക് ഇതും കുറച്ച് സന്തോഷം തന്നെ ആവട്ടെ എന്ന് വിചാരിച്ച് ഓലെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറെ സമയം പാർക്കിൽ അങ്ങനെ കളിച്ചുകൊണ്ടിരുന്നു. പല കളികളും ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കളിച്ചു കഴിഞ്ഞതിന് ശേഷം ഓരോരുത്തർ വന്ന് പറയൽ തുടങ്ങി ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട് എന്ന് പറയൽ തുടങ്ങി. അത് പിന്നെ ആദ്യം ഉണ്ടാവുമല്ലോ, കുട്ടികൾക്കാണെങ്കിലും അതെ, പുറത്തേക്ക് ഇറങ്ങിയാൽ ഞമ്മക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ അങ്ങനെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ എന്താ കഴിച്ചത് വെച്ചാൽ ദലബാനെ എന്ന് പറഞ്ഞൊരു ദീക്കർ ഞങ്ങൾ പോയത്. അതും ഉണ്ടായിരുന്നു. പിന്നെ ലോഡഡ് ഫ്രൈസും ആണ് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതും കഴിച്ചുകൊണ്ട് അങ്ങനെ ഇരുന്ന് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടോ കുറെ സമയം പാർക്കിൽ കളിച്ച് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ മഗ്‌രിബ് ബാങ്ക് കൊടുത്ത് ഒരുപാട് സമയമായിട്ടുണ്ടായിരുന്നു. തിരിച്ച് വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് പിന്നെ മോൾക്ക് പോവാൻ സമയം ചോറ് വേണം എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഓള് ഇറങ്ങിയ കുട്ടി പിന്നെയും കയറിയിട്ട് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് നല്ലൊരു മുട്ടൻ പണിയും കിട്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. കാറ് തിരിക്കണ സമയത്ത് വണ്ടി ചളിയിൽ ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ മഴയും പിറ്റേ ദിവസം ആയല്ലോ, നല്ല മഴ പെയ്യുന്ന സമയമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ വണ്ടിയൊക്കെ ചളിയിലൊക്കെ പൂണ്ടിട്ടാണ് പിന്നെ ഞങ്ങൾ പോകുന്നത്. ഇതാണ് ഞങ്ങൾ ഒത്തുകൂടിയ ഒരു ചെറിയ വീഡിയോ.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.